അതെ, ഞങ്ങളിന്ന് കാട്ടിൽ പോവാണ്. അങ്ങനെ രാവിലെ തന്നെ ഫുഡും വെള്ളമൊക്കെ സ്റ്റോക്ക് ചെയ്തിറങ്ങി. നല്ലൊരു കാലാവസ്ഥയായിരുന്നു ഇന്ന്. ദേ ഈ കാറ്റൊഴിച്ച്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ കാട്ടിലൊക്കെ പോകുന്നത്. അപ്പോൾ പിന്നെ വിയന്നയിലെ ഏറ്റവും വലിയ കാട്ടിൽ തന്നെ പോവാം. വിയന്നയുടെ പടിഞ്ഞാറ് ഭാഗത്ത് പച്ചപ്പിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന മനോഹരമായൊരു സ്ഥലമാണ് ലെയിൻസെറ്റിയഗാർഡ്. നടന്നു തുടങ്ങിയതേ ഉള്ളൂ, ഞാൻ കുഴഞ്ഞു. പിന്നെ ഇടയ്ക്കിടെ വെയിലും ഉണ്ടായിരുന്നു. വെയിലടിക്കുമ്പോഴാണ് ഒരു ആശ്വാസം. കാട്ടിനുള്ളിൽ ഹെർമസ് വില്ല കാണാൻ കഴിയും. ചക്രവർത്തി ഫ്രാൻസ് ജോസഫ് തൻ്റെ ഭാര്യ രാജ്ഞി എലിസബത്തിന് വേണ്ടി സ്വപ്നഭവനമായി നിർമ്മിച്ച മനോഹരമായ കൊട്ടാരം. ഇതിപ്പോൾ ഒരു മ്യൂസിയമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ടിയർ ഏകദേശം 2450 ഹെക്ടർ വിസ്തൃതിയുള്ള ഒരു വനമേഖലയാണ്. പണ്ട് ഹാബ്സ്ബർഗ് രാജവംശം രാജകീയ വേട്ടയാടലിന് വേണ്ടി നിർമ്മിച്ചതാണിത്. ശേഷം 1919 പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു. ഇന്നിത് വിയന്നയിലെ ഏറ്റവും മനോഹരമായ പ്രകൃതി സംരക്ഷിത മേഖലയായിട്ടാണ് അറിയപ്പെടുന്നത്. ഇവിടെ നമുക്ക് മാനുകളും കാട്ടുപന്നികളും ഒക്കെ കാണാൻ പറ്റും. കുറച്ചുകൂടെ മുമ്പോട്ട് നടന്നാൽ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് കേട്ടു. അത് കാണാനാണ് ഈ നടത്തം. ഇവിടെ എങ്ങോട്ട് നോക്കിയാലും ഭംഗിയുള്ള കാഴ്ചകൾ മാത്രം. അങ്ങനെ അവസാനം നടന്നെത്തി. ഇതാണ് ഞാൻ പറഞ്ഞ വ്യൂ. നടന്നെടുക്കുമ്പോൾ താഴേക്ക് കുത്തനെ ഇറക്കുക. അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. പോയില്ലെങ്കിൽ എന്താ, ഇവിടെ നിന്ന് ആസ്വദിക്കാം. കുറച്ച് കഷ്ടപ്പെട്ടാലും ഇത്രയും നല്ല വ്യൂ എൻജോയ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ കാലാവസ്ഥയും നല്ല കാറ്റും തണുപ്പും എല്ലാം കൊണ്ടും നല്ലൊരു ദിവസം തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് എൻജോയ് ചെയ്തു. പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. പിന്നീട് കാണാൻ ഒരു രസമല്ലേ. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ലൊരു കാഴ്ച. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന ഓരോ ചെറിയ ചെറിയ തീരുമാനങ്ങളും എത്ര നല്ല നല്ല നിമിഷങ്ങളാണല്ലേ നമുക്ക് സമ്മാനിക്കുന്നത്.